തദ്ദേശത്തിൻ്റെ ഒന്നാം ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ, സ്ഥാനാർത്ഥികൾ ഈ അരങ്ങ് വാഴുന്നൊരു സമയമാണ്. ആ സമയത്താണ് തെക്കൻ കേരളത്തിലെ 7 ജില്ലകൾ എങ്ങനെ വിധി എഴുതിയിരിക്കാം, എന്താണ് വോട്ടർമാർക്കിടയിൽ ഉണ്ടായ മടുപ്പിന് കാരണം. കേവലം 67.5% അടുപ്പിച്ചാണ് ഇപ്രാവശ്യത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് 70%. തിരുവനന്തപുരത്ത് 65, കൊല്ലം അതിനോടടുപ്പിച്ചൊരു ശതമാനം, ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിൽ അതുതന്നെ 74% അടുപ്പിച്ചാണ്. അപ്പോൾ ശരാശരി 70.9%. അന്തിമ കണക്കുകൾ വരുമ്പോൾ പരമാവധി വരാനാവുന്നത് 72%. എങ്കിൽ പോലും കഴിഞ്ഞ തവണ 2020 73% അടുത്ത് പോലും വരുന്നില്ല. അതിൽ താഴെ നിൽക്കാനാണ് സാധ്യത. എന്താവാം? ചെറിയ തോതിലെങ്കിലും വോട്ടർമാർ കാട്ടിയ മടുപ്പിൻ്റെ കാരണം എന്താവാം? മുന്നണികൾ അതിനെ എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത്? ഒരു ഓട്ടപ്രദക്ഷിണം 7 ജില്ലകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒഴിച്ചു നിർത്തി അതേക്കുറിച്ച് പ്രത്യേകമായ ഒരു അവലോകനം ചെയ്യുന്നത് കൊണ്ട് അത് വേറൊരു വീഡിയോയിൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒഴിച്ചുള്ള കൊല്ലം കോർപ്പറേഷൻ, അതുപോലെ എറണാകുളം കോർപ്പറേഷൻ, 7 നഗരസഭകൾ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, പൊതുവെ ഒരു ഓട്ടപ്രദക്ഷിണം മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പ്രതീക്ഷിക്കാവുന്നത്. നോക്കൂ, വിഷയങ്ങളുടെ ഒരു ധാരാളിത്തം ഉണ്ടാകേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ്, പ്രത്യേകിച്ച് വികസന വിഷയങ്ങളുടെ അല്ലെങ്കിൽ കാതലായ അടിസ്ഥാന സൗകര്യ വികസന വിഷയങ്ങളുടെ, ക്ഷേമ പദ്ധതികളുടെ ഒക്കെ ഒരു വിലയിരുത്തലാകണം, അല്ലെങ്കിൽ ലോക്കൽ ഘടകങ്ങളുടെ വിലയിരുത്തലാവണം തിരഞ്ഞെടുപ്പ്. പക്ഷെ എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ 3 വിഷയങ്ങളാണ് തിരഞ്ഞെടുപ്പുമായി നേരിട്ട് ബന്ധം ഉണ്ടാകേണ്ടതില്ലാത്ത, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി നേരിട്ട് ഒരു രീതിയിലും ഇമ്പാക്റ്റ് ഉണ്ടാകേണ്ടതല്ലാത്ത 3 വിഷയങ്ങളാണ് വ്യാപകമായി കേരളം കഴിഞ്ഞ 3 ആഴ്ചയായി ചർച്ച ചെയ്തത്. അതിൽ തന്നെ മുന്നിട്ട് നിന്നത് സ്വർണ്ണപ്പാളി വിവാദവും അത് LDF-നെ പ്രതിരോധത്തിലാക്കുന്നതും, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത് UDF-നെ പ്രതിരോധത്തിലാക്കുന്നതും, അതുപോലെ അവസാന ഘട്ടത്തിൽ ദിലീപിന് ഒരു ആശ്വാസമായി വന്ന വിധി, അതേക്കുറിച്ച് രാഷ്ട്രീയ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങൾ, അതേക്കുറിച്ചുണ്ടായ വിവാദങ്ങൾ, ഇതെല്ലാം തന്നെയാണ് കളം നിറഞ്ഞു നിന്നത്. നോക്കൂ, ഈ വിവാദങ്ങളിലൂടെ പെട്ടെന്നൊരു ഓട്ടപ്രദർശനം നടത്തി അതെങ്ങനെ ബാധിക്കാം എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ സൂചന നൽകിക്കൊണ്ട് നമുക്ക് ജില്ല തിരിച്ചുകൊണ്ടുള്ള കണക്കുകളിലേക്ക് പോകാം. ഒന്നാം വിഷയം ശബരിമല സ്വർണ്ണപ്പാളി വിഷയം തന്നെയാണ്. അത് വളരെ ഗൗരവമായി കേരളം പരിഗണിച്ച വിഷയങ്ങളിലൊന്നാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും അധികം വൈകാരികമായ 2 വിഷയങ്ങളുണ്ടായി ശബരിമലയെക്കുറിച്ച്. ഒന്ന്, ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം. അവിടെ പ്രതിരോധത്തിലായത് CPM ആണ്. അതിൻ്റെ തിക്തഫലം CPM അനുഭവിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പയെ പരാജയമായിരുന്നു CPM. പക്ഷെ അവിടുന്ന് CPM-ന് വിശ്വാസ സമൂഹത്തിൻ്റെ പിന്തുണ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. CPM-നുണ്ടായ തിരിച്ചടി മറികടക്കാൻ കോവിഡ് സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിനെ സമയത്ത് കോവിഡിനെ ധീരമായി നേരിട്ട ഇടതുപക്ഷം എന്നൊരു പ്രതിച്ഛായയോടുകൂടി പിണറായി വിജയൻ ആദ്യമായി വീണ്ടും മുഖ്യമന്ത്രിയാകുന്ന ഇടതുപക്ഷക്കാരനായി മാറി. തുടർഭരണം സാധ്യമായി. അത് മാത്രമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2020 പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും CPM-നും LDF-നും ഉഗ്രമായ നേട്ടം തന്നെയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു വിവാദം ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം എപ്പോഴും പരാജയം എന്ന ഒരു ചിന്ത ഇല്ല. പക്ഷെ ഇപ്രാവശ്യം ആചാരമല്ല ശബരിമലയുടെ വിഷയം. ഹൈന്ദവ മനസ്സ് പൊതുവെ വ്രണപ്പെട്ടിരിക്കുന്നു. ഹൈന്ദവ മനസ്സ് മാത്രമല്ല, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് കേരളത്തിൽ, വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടന, ഗവൺമെൻറ് ഒരു ഘടനയാണല്ലോ. ആ ഗവൺമെൻറ് ഘടനയ്ക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയ നിയമനം നടത്തുന്ന ഒരിടമാണല്ലോ ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിൽ പുഴുക്കുത്തുകൾ ഉണ്ടായാൽ ദേവസ്വം ബോർഡിൻ്റെ അറിവും സമ്മതവും അനുഗ്രഹവും ഒക്കെ ഈ ഭഗവാന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിൽ ഉണ്ടായി എന്ന ഒരു ധ്വനി വന്നാൽ എത്രത്തോളം കേരളത്തിൻ്റെ നിഷ്പക്ഷ സമൂഹം അതൊരു സംശയത്തിൻ്റെ ഒരു ആനുകൂല്യം നൽകും. വേണമെങ്കിൽ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകാം. ഈ ഇപ്പോൾ അറസ്റ്റിലായ വാസു ആകട്ടെ, പത്മകുമാർ ആകട്ടെ, സംശയത്തിൻ്റെ ആനുകൂല്യം നൽകുന്ന കുറച്ച് പേരുണ്ടാകാം. ഏത് കേസ് വരുമ്പോഴും അങ്ങനെയാണല്ലോ. പക്ഷേ സാഹചര്യം, ഇവിടെ സ്വർണം നഷ്ടപ്പെട്ടു എന്നത് ഡിഫാക്റ്റോ കാര്യമാണ്. അതൊരു കെട്ടുകഥയല്ല.
ഇപ്പം ആരോപണം മാത്രമല്ല, സ്വർണ്ണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ നഷ്ടപ്പെട്ട ഒരു പ്രക്രിയ തീർച്ചയായും പരിഗണിക്കേണ്ടത് തന്നെയാണ്. ആ വിഷയം വൻതോതിൽ ആളിക്കത്തിച്ച് LDF പൂർണ്ണ പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ്, 3 മാസമായിട്ട് തന്നെയുള്ള കേസ് തന്നെയാണ്, അല്ലെങ്കിൽ വിവാദമാണ്, പക്ഷേ അതിൽ വ്യക്തമായ പരാതി വരുന്നു, അന്വേഷണം വരുന്നു, അറസ്റ്റിനായ നീക്കം വരുന്നു, വിഷയം കോടതിയിലെത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ താൽക്കാലികമായെങ്കിലും അറസ്റ്റ് ഉണ്ടാവില്ല എന്ന ഒരു വിധി സമ്പാദിക്കാൻ കഴിയുന്നു. ഇതിനെയൊക്കെ ഒരു വ്യക്തിയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നയാൾ ഒരു വ്യക്തിയാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിപ്പോയി. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിശപ്തമായ ഒരു സത്യം തന്നെയാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിപ്പോയി. കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ആളാണ്. പക്ഷെ കോൺഗ്രസ് പാർട്ടിയെയും UDFനെയും പൂർണ്ണമായി പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ കോൺഗ്രസിന് ശബരിമല വിഷയം വേണ്ട രീതിയിൽ ആളിക്കത്തിക്കാൻ പോലും, ഇപ്പം സാധാരണ ആളിക്കത്തിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? തെരുവ് യോഗത്തെ പ്രസംഗങ്ങളിൽ, മറ്റ് ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് മുഖങ്ങൾ. പക്ഷേ ചാനൽ ചർച്ചയിൽ എടുക്കുന്ന വിഷയം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായതുകൊണ്ട് അവിടെ എന്ത് തരം ന്യായീകരണങ്ങളാണ്? കോൺഗ്രസ് പാർട്ടി നടപടിയെടുത്തു, ശരിയാണ്, കോൺഗ്രസ് പാർട്ടിക്ക് അഭിമാനിക്കാം, നടപടിയെടുത്തു, കൃത്യമായ നടപടി സമയാസമയങ്ങളിൽ എടുത്തു. ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റുന്നു. 2, അദ്ദേഹത്തെ നിയമസഭാ കക്ഷിയുടെ അംഗത്വത്തിൽ നിന്നും മാറുന്നു, ലെജിസ്ലേറ്റീവ് പാർട്ടി അംഗമല്ലാതായി മാറുന്നു. പിന്നീട് കോൺഗ്രസിൽ സസ്പെൻഡ് ചെയ്യപ്പെടുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും. പിന്നീട് അത് ഡിസ്മിസലായി മാറുന്നു. അതായത് പൂർണ്ണമായും കോൺഗ്രസുമായുള്ള ബന്ധം, പുക്കിൾക്കൊടി ബന്ധം കോൺഗ്രസ് പാർട്ടി വിച്ഛേദിച്ചു മാറ്റുന്നു. അപ്പോഴും കോൺഗ്രസിലെ ചില നേതാക്കൾ, അടൂർ പ്രകാശിനെ പോലെയുള്ള ചില നേതാക്കൾ നടത്തിയ ചില പരാമർശങ്ങൾ വീണ്ടും വീണ്ടും കോൺഗ്രസ് നേതൃത്വം ഒറ്റ മനസ്സോടുകൂടിയാണോ ഈ തീരുമാനമെടുത്തത് എന്ന സംശയം പൊതുജനത്തിന് നൽകുന്നു. അപ്പോൾ കോൺഗ്രസിന് നടപടി അതിശക്തമായി എടുത്തെങ്കിൽ പോലും അതിൻ്റെ പൂർണ്ണ പ്രയോജനം ലഭിച്ചോ എന്ന സംശയമുണ്ടത്. മാത്രമല്ല, ഏറ്റവും അവസാന ഘട്ടത്തിൽ കേവലം 100 മണിക്കൂറിൽ താഴെ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുക്കുകയും 1ാം ഘട്ടം വോട്ടെടുപ്പിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഈ 100 മണിക്കൂർ, അതായത് 4 ദിവസം മതിയാകുമോ വീണ്ടും ഒരു പുതിയ അജണ്ടയിലേക്ക്, അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള എന്ന അജണ്ടയിലേക്ക് എത്തിക്കാൻ? ഇനി നോക്കൂ, ഇടതുപക്ഷത്തിനും അതേപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ട്. എന്താണ്? പ്രതിരോധത്തിലായി ഒന്ന് സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ. അത് മാത്രമല്ല, ഇടതുപക്ഷം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ക്ഷേമ പദ്ധതികൾ, അത് തുക കൂട്ടുകയാണ്. 1600 നിന്നും ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കുകയാണ്. ആശാ വർക്കർമാർക്ക് പോലും സ്വല്പം പണം കൂട്ടിക്കൊടുക്കുകയാണ്. അപ്പം വിവിധങ്ങളായ ക്ഷേമ പദ്ധതികൾ, വലിയ തുകകൾ ആത്യന്തികമായി ഏതാണ്ട് 1 കോടി ആളുകളിലേക്ക് നേരിട്ടും അല്ലാതെയും ക്ഷേമ പദ്ധതികളുടെ പ്രയോജനം എത്തുകയാണ്. അത് വലിയ നമ്പറാണ്. 3.5 കോടി ജനങ്ങളിൽ 1 കോടിയിലേക്ക് എത്തുമ്പോൾ അതിൽ തന്നെ എത്ര വോട്ടർമാരാണ്. അപ്പോൾ അവരുടെ ഫാമിലീസ്, അത് വലിയ ഒരു പ്രഭാവം ചെലുത്തേണ്ടതാണ്. അതുപോലും കാര്യമായ ചർച്ചയാക്കാൻ ഇടതുപക്ഷത്തിനും കഴിഞ്ഞില്ല. ഇടതുപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കാനാണ് കൂടുതൽ സമയം, കോൺഗ്രസിനെ ആക്രമിക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ കോൺഗ്രസ് സമയം ചെലവഴിക്കുന്നു. യഥാർത്ഥ വിഷയം, വികസന വിഷയം, അടിസ്ഥാന സൗകര്യ വിഷയം, ഓരോ പഞ്ചായത്ത് തിരിച്ചു തന്നെയുള്ള പ്രാദേശിക വിഷയങ്ങൾ ഇതിൽ മുങ്ങിപ്പോയി. നോക്കൂ, ഞാൻ ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നയാളാണ്. എത്ര ചാനൽ ചർച്ചയാണ്? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ 3 ആഴ്ചയായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ്, അതിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്ത എത്ര ചർച്ചകൾ, എത്ര ചാനൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. കാര്യമായി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം പോലും ചർച്ച ദിലീപ് വിഷയത്തിലായിരുന്നു. ദിലീപിനെ വെറുതെ വിട്ടതും പൾസർ സുനിയെ ഉൾപ്പെടെ 6 പേരെ ശിക്ഷിച്ചതും അതിൻ്റെ പിന്നിലെ നീതിശാസ്ത്രവും രീതിശാസ്ത്രവും അതേക്കുറിച്ച് നേതാക്കന്മാർ നടത്തിയ പ്രതികരണവും എല്ലാം തന്നെ സിനിമാ മേഖലയെക്കുറിച്ചായിരുന്നു ചർച്ചകൾ മുഴുവൻ. അപ്പോൾ എവിടെ രാഷ്ട്രീയം? പഞ്ചായത്ത് തലത്തിലെ, ഗ്രാസ് റൂട്ട് തലത്തിലെ രാഷ്ട്രീയം, വികസനം ഒന്നും തന്നെ ചർച്ചയായില്ല എന്ന ദുഃഖകരമായ സത്യമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ജില്ല തിരിച്ചുള്ള ആ ഒരു താണ വോട്ടിൻ്റെ പിന്നിലെ കാരണങ്ങളിലേക്കും ജില്ല തിരിച്ചുള്ള സാധ്യതകളിലേക്കുമുള്ള വിലയിരുത്തൽ. 1, തിരുവനന്തപുരം ജില്ല. കോർപ്പറേഷൻ ഞാൻ വെറുതെ വിടുന്നു, കാരണം അത് വേറൊരു വീഡിയോയിൽ ഉള്ളത് കൊണ്ട്. കോർപ്പറേഷൻ പുറത്തുള്ള ജില്ലാ പഞ്ചായത്ത് LDFൻ്റെ തട്ടകമാണ്, കേന്ദ്രമാണ്. നിരന്തരം LDF ജയിച്ചു. 2010 മാത്രമാണ് UDFന് സാമാന്യം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് LDFന് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായി ഇപ്രാവശ്യവും അല്ല എന്നൊരു ചിന്ത പൂർണ്ണമായി വരുന്നില്ല. ജില്ലാ പഞ്ചായത്ത് പിടിക്കുമെന്നൊന്നും കോൺഗ്രസ് വാദിക്കുന്നില്ല. BJPക്കും ജില്ലാ പഞ്ചായത്ത് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കോർപ്പറേഷനിലൊക്കെ BJPക്ക് വലിയ സാധ്യതകൾ കൽപ്പിക്കപ്പെടുമ്പോഴും. അതുകൊണ്ട് LDFൻ്റെ ഒരു കോട്ടയിൽ വിള്ളലുണ്ടാകുമോ എന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേതിനേക്കാൾ കുറവായിരിക്കാം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ LDFൻ്റെ സാന്നിധ്യം. 4 നഗരസഭകളുള്ളതിൽ ആറ്റിങ്ങൽ,
അതുപോലെ വർക്കല, നെയ്യാറ്റിൻകര, നെടുമങ്ങാട് നഗരസഭകളിലൊക്കെ തന്നെ CPM-ൻ്റെ അല്ലെങ്കിൽ LDF-ൻ്റെ മേധാവിത്വം തുടരുന്ന കാഴ്ച. അവിടെയും ചില മേഖലകളിൽ പ്രതീക്ഷ UDF-ന് പ്രതീക്ഷകളുണ്ട്. നഗരസഭകളുടെ കാര്യത്തിലാണ് UDF-ന് പ്രതീക്ഷ, പഞ്ചായത്തുകളുടെ കാര്യത്തിലല്ല എന്നുകൂടി ഓർക്കണം. ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിലോ ഗ്രാമപഞ്ചായത്തിൻ്റെ കാര്യത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാര്യത്തിലോ അല്ല, പക്ഷേ നഗരസഭകളുടെ കാര്യത്തിൽ UDF-ന് ലേശം പ്രതീക്ഷയുണ്ട്. കൊല്ലത്തേക്ക് കടക്കുമ്പോൾ കൊല്ലം ഇടതുപക്ഷത്തിൻ്റെ തട്ടകമായി നിലനിൽക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് UDF-ന്, അതും NK പ്രേമചന്ദ്രൻ്റെ വ്യക്തിപരമായ മേൽവിലാസത്തിൽ വലിയ നേട്ടം കൈവരിക്കാൻ കഴിയുന്നു. RSP ഒരു ഉരകല്ലാണ്. RSP ചെതറി നിൽക്കുന്ന ഫാക്ഷൻസ്, ഷിബു ബേബി ജോൺ നയിക്കുന്ന RSPയുടെ ഒരു ഫാക്ഷൻ, അത് NK പ്രേമചന്ദ്രൻ്റെ ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു ഫാക്ഷൻ, അതിന് തന്നെയാണ് പ്രാധാന്യം. അത് UDF-ൽ നിൽക്കുകയാണ്. പക്ഷേ പഴയ ഒരു പ്രതാപം RSPയുടെ പ്രതാപം ഇല്ല എന്ന് ഓർക്കണം. അതുപോലെ LDF-ൽ നിൽക്കുന്ന CPI-ക്ക് ചില മേഖലകളിൽ, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പ്രഭാവമുണ്ട്. എത്രത്തോളം അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ CPI-യുടെ വിലപേശൽ ശക്തി ഇപ്പോൾ ജയിക്കുന്ന വാർഡുകളുടെ കൂടെ അടിസ്ഥാനത്തിലാകാൻ സാധ്യതയുള്ളതുകൊണ്ട് കൊല്ലം ജില്ലയിൽ പൊതുവെയുള്ള ജില്ലാ പഞ്ചായത്തിലെ LDF-ൻ്റെ മേധാവിത്വം. ഗ്രാമപഞ്ചായത്തുകളെക്കുറിച്ച് കാര്യമായി പറയേണ്ടതില്ല, കാരണം രാഷ്ട്രീയ പോരാട്ടമല്ല, അത് വ്യക്തിപരമൊക്കെയാണ്, ലോക്കൽ ഫാക്ടേഴ്സാണ്. പക്ഷേ ജില്ലാ പഞ്ചായത്തിൽ കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നിടത്ത് LDF-ന് വലിയ പ്രതീക്ഷയാണ്. പക്ഷേ കൊല്ലത്ത് BJP നില മെച്ചപ്പെടുത്തും എന്ന് കൃത്യമായി പറയാനാവും, കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുന്ന ചിത്രം അതാണ്. കൊല്ലത്ത് വലിയ സാധ്യത BJPക്ക് ഇല്ലായിരുന്നു. പക്ഷേ കൊല്ലത്ത് പല മേഖലയിലും, തിരുവനന്തപുരം ജില്ലയുടെ വടക്കുള്ള പ്രദേശങ്ങളിലും കൊല്ലം ജില്ലയിൽ ആകമാനവും ഭാരതീയ ജനതാ പാർട്ടിക്ക് ചെറിയ വോട്ട് ശതമാനത്ത്, അത് LDF-ൽ നിന്നും വരുന്ന വോട്ടുകളാണ്. തിരുവനന്തപുരം നഗരത്തിലൊക്കെ ഉള്ള UDF വോട്ടുകൾ പലതും BJP-യിലേക്ക് പോയി. പക്ഷേ കൊല്ലം, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ നിർണായകമാകുന്ന കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു ചിത്രമനുസരിച്ച് LDF-ൽ നിന്നും നല്ല പങ്ക് വോട്ട് BJP-യിലേക്ക് ഗാൽവനൈസ് ചെയ്യപ്പെട്ടത് കണ്ടു. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂടി ആവർത്തിക്കുകയാണെങ്കിൽ BJP-ക്ക് ഭരണത്തിലെത്താൻ സാധ്യതയില്ല കൊല്ലം കോർപ്പറേഷനിലോ അല്ലെങ്കിൽ പഞ്ചായത്തുകളിലോ. പക്ഷേ പല പഞ്ചായത്തുകളിലും ഒരു ഹങ് സിറ്റുവേഷൻ, തൂക്ക് സമ്പ്രദായം. BJP-ക്ക് 4-5 സീറ്റുകൾ ലഭിക്കുന്നു, UDF-ന് 7, LDF-ന് 7 ഒക്കെ ലഭിച്ചാൽ ആര് മന്ത്രിസഭ, ആര് ഭരണം നടത്തും, പഞ്ചായത്ത് ഭരണം നടത്തും? അവിടെ BJP-യെ ഒഴിവാക്കി നിർത്തി എങ്ങനെ ഭരണത്തിലെത്താൻ കഴിയും? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധ്യതകൾ കൊല്ലം ജില്ല തുറക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ ഒരു ചുവന്ന മണ്ണാണ് ആലപ്പുഴയുടെ തീരദേശ മണ്ണ്. പക്ഷേ അവിടെയും BJP-ക്ക് LDF വോട്ടിലേക്ക് കടന്നു കയറാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു. ആ ട്രെൻഡ് തുടരുമോ? ഇതാണ്, ആ ട്രെൻഡ് തുടരുമെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് വൻ വെല്ലുവിളിയാണ്. അങ്ങനെ LDF-ൽ നിന്നാകുന്ന BJP-യിലേക്ക് വോട്ട് പോകുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് UDF-ന് ലഭിക്കുമോ? അതും ചോദ്യമാണ്. അതുകൊണ്ട് അവിടെയും ആലപ്പുഴ ജില്ലയിലും ഉള്ള നഗരസഭകളിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷ കൈവെക്കുന്നു. BJP കായംകുളം മേഖലയിലൊക്കെ BJP നിർണായകമായ സാന്നിധ്യമാണ്, BJPക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ആലപ്പുഴ ജില്ലയിലും ജില്ലാ പഞ്ചായത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിനോ LDF-നോ അല്ലെങ്കിൽ കോൺഗ്രസിനോ BJPക്കോ ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ള വലിയ ചിന്ത അവിടെയുമില്ല. പക്ഷെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, അവശേഷിക്കുന്ന 4 ജില്ലകൾ, ഈ 4 ജില്ലകളിലും UDF ശക്തമായ പ്രതീക്ഷ പുലർത്തുന്നു. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ അത് UDF-ന് ഒരു കാലത്ത് UDF-ന്റെ തട്ടകമായിരുന്നു. പക്ഷേ ആ പത്തനംതിട്ട ജില്ലയിലുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ഉം ഇപ്പോൾ ഇടതുപക്ഷത്താണ്. പക്ഷേ ലോക്സഭയിൽ പത്തനംതിട്ട സീറ്റിൽ ആന്റോ ആന്റണി വീണ്ടും കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വരുന്നു എന്നതുമാണ്. പക്ഷെ തദ്ദേശം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ UDF-ൽ നിന്നും LDF പിടിച്ചെടുത്തു. അത് നിലനിർത്താൻ കഴിയുമെന്ന പൂർണ്ണ ബോധ്യമൊന്നും LDF-നില്ല എങ്കിലും UDF-നും LDF-നും തുല്യമായ സാധ്യതകൾ നൽകുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട. ആ പത്തനംതിട്ട ജില്ലയിലാണ് പന്തളം നഗരസഭ എന്ന് ഓർക്കണം. അവിടെ BJP-യാണ് ഭരണത്തിൽ എന്ന് ഓർക്കണം. കൂടുതൽ നഗരസഭകളിലേക്ക് BJP വളരുന്നു. പത്തനംതിട്ട ജില്ലയിലും BJPക്ക് വളർച്ചയുണ്ട്. കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ല ഞാൻ പറഞ്ഞു, പത്തനംതിട്ട ജില്ലയിലും BJP വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന സത്യം അത് മറക്കാനാവില്ല. തിരുവല്ല മേഖലയിലാണെങ്കിലും പത്തനംതിട്ടയിൽ ആണെങ്കിലും ശരി, അടൂർ, പന്തളം മേഖലയിലാണെങ്കിലും ഒക്കെ തന്നെ BJPക്ക് ചെറിയ വളർച്ചയുണ്ട്. പക്ഷെ അത് ഭരണം പിടിക്കാൻ തക്ക രീതിയിൽ വളരുന്നുണ്ടോ? ഏതാനും പഞ്ചായത്തുകൾ അവർക്ക് ലഭിക്കാമെങ്കിൽ പോലും മൊത്തത്തിൽ ജില്ലാ പഞ്ചായത്ത് പിടിക്കാൻ BJPക്ക് സാധിക്കില്ലായിരിക്കും. UDF, LDF തന്നെയായിരിക്കാം പഞ്ചായത്തിൽ അവിടെയുള്ള ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ. അതുമാത്രമല്ല, ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്
പത്തനംതിട്ട പൊതുവെ വലിയ തോതിൽ പ്രവാസികളുള്ള സ്ഥലമാണ്. ഒരുപാട് വോട്ടർമാർ ഇവിടെ സ്ഥലത്തില്ല. അവർ യാത്ര തിരുവനന്തപുരത്ത് അതുപോലെ തന്നെ പ്രവാസികളല്ല, ഗവൺമെൻറ് ജീവനക്കാർ, മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ, യാത്ര ചെയ്യുന്നവർ. അതുകൊണ്ട് തിരുവനന്തപുരത്തുണ്ടായ ഒരു വലിയ മടുപ്പ് പത്തനംതിട്ടയിലും അതുപോലെ തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് ശതമാനം നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് വളരെ കുറവാണ് പോളിംഗ് ശതമാനം. 67% വോട്ടാണ്. തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷനുള്ളിൽ കേവലം 58%. പത്തനംതിട്ടയിലും കേവലം 66%, 65%, 66%ഒക്കെയാണ് വോട്ട്. അത് കാരണം യഥാർത്ഥത്തിൽ ആർക്കാണ് ദോഷം ചെയ്യുക കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എവിടെയാണ് വോട്ട് മരവിപ്പിക്കപ്പെട്ടത്, എവിടെയാണ് ചെയ്യാതെ പോയത്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ശബരിമല ഉൾപ്പെടെ ഉള്ള ജില്ലയാണ് പത്തനംതിട്ട എന്നുകൂടി ഓർക്കണം. അപ്പോൾ ശബരിമല വിവാദത്തിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജില്ലയുമാണ്. പത്തനംതിട്ടയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു വരുന്ന മാതൃജില്ല, അതുപോലെ ശബരിമല സ്ഥിതി ചെയ്യുന്ന ആ ഒരു ജില്ല. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ പത്തനംതിട്ടയുടെ ഫലവും വളരെ കൗതുകരമാണ്. കോട്ടയം ജില്ല പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നു. മാണി കേരള കോൺഗ്രസ് LDFിന്റെ ഭാഗമായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ കൂടെ ബലത്തിലാണ് UDFിൽ നിന്നും LDF അധികാരം പിടിച്ചെടുക്കുന്ന ജില്ലാ പഞ്ചായത്ത്. ഇപ്രാവശ്യവും ആകെയുള്ള 23 ഡിവിഷനുകൾ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ കൃത്യമായ ഈക്വൽ എണ്ണം 9 സീറ്റുകൾ വീതം, ഡിവിഷനുകൾ വീതം CPM-ഉം കേരള കോൺഗ്രസ് മാണി വിഭാഗവും പങ്കിട്ടെടുത്തു. ശേഷിച്ച 5 എണ്ണം CPIക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ കോട്ടയത്ത് UDFിനോടൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രഭാവം എത്രത്തോളം? അവിടെ ഏറ്റവും വലിയ പോരാട്ടം സത്യം പറഞ്ഞാൽ മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നത് കേരള കോൺഗ്രസ് ആണോ ഏറ്റവും വലിയ കക്ഷി, ഇതായിരുന്നു കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ വാദപ്രതിവാദം. അങ്ങനെ കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ കക്ഷി എന്ന് തെളിയിക്കാൻ കോൺഗ്രസ് ലഭിക്കുന്ന ഒരു അവസരം കൂടിയാണ്. ജൂനിയർ പാർട്ണറായി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമുണ്ട്. അതുകൊണ്ട് ഇടുക്കി ജില്ല കോൺഗ്രസും UDFും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. അതേപോലെ തന്നെ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2015 തദ്ദേശത്തിൽ പിന്നോട്ട് പോയി. 2020 BJP കോട്ടയത്ത് അത് ഒരു സ്ട്രേഞ്ച് ഒരു സാധാരണഗതിയിൽ സംഭവിക്കുന്നത് അങ്ങനെയല്ല. BJPക്ക് എല്ലാ ജില്ലകളും വളർച്ചയുണ്ട്. ഇപ്രാവശ്യം അനവധി ക്രൈസ്തവ സ്ഥാനാർത്ഥികൾക്ക് കോട്ടയം ജില്ലയിൽ BJP സീറ്റ് കൊടുത്തിരിക്കുന്നു. അത് മാത്രമല്ല ഷോൺ ജോർജ് ഈരാറ്റുപേട്ട പൂഞ്ഞാർ മേഖലയിൽ സ്വാധീനമുള്ള PC ജോർജിന്റെ മകൻ, ഇപ്പോൾ സംഘടനയുടെ ചുമതല കൂടിയുള്ള വൈസ് പ്രസിഡന്റായ ഷോൺ ജോർജിനെ BJP പ്രതീക്ഷയോടെ കാണുന്നു. ഷോൺ ജോർജിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം നടക്കുന്നു. അത് മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടർമാരെ ആകർഷിക്കാൻ തക്ക ഒരുപാട് കാര്യങ്ങൾ. അത് മതിയാവുമോ? ട്രഡീഷണൽ UDF വോട്ടർമാരായ ക്രിസ്ത്യൻസിനെയും കുറച്ച് വോട്ടുകൾ LDFിലേക്ക് പോകുന്ന ക്രിസ്ത്യൻ വോട്ടുകളെയും സ്വാംശീകരിക്കാൻ BJP കഴിയുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കോട്ടയത്തെ ഫലം. എറണാകുളത്ത് വരുന്നതിന് മുമ്പ് ഇടുക്കി ജില്ലയിൽ അത് UDFിന് കാര്യമായ നിർണായക സ്വാധീനമുണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും LDFിനായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ ഭൂരിപക്ഷം, ഗ്രാമപഞ്ചായത്തുകളിലും ഇടുക്കി ജില്ലയിൽ ഭൂരിപക്ഷം LDFിനായിരുന്നു. അതിൽ മാറ്റം വരുമെന്ന് തന്നെയാണ് UDF വിശ്വസിക്കുന്നത്. കാരണം തങ്ങളുടെ പരമ്പരാഗതമായ തട്ടകം ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ എപ്പോഴും ഇടുക്കിയിൽ നിർണായക സ്വാധീനം UDFിന് തന്നെയാണ്. അല്ലെങ്കിൽ LDF ജയിച്ചപ്പോഴൊക്കെ ഇപ്പം ഏതെങ്കിലും ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയെ നിർത്തി കർഷകരുടെയും സഭകളുടെയും ഒക്കെ പിന്തുണയോടുകൂടി തന്നെയാണ് LDFിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. LDFിന് മാത്രമായി ഒരു വൻപൻ മുന്നേറ്റം ഇടുക്കി ജില്ലയിൽ ഇല്ല എന്നതും കുടിയേറ്റ മേഖലയാണ്, കർഷക മേഖലയാണ്, മലയോര മേഖലയാണ്. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എത്രത്തോളം ചെയ്തു എന്നത് ചിന്തനീയമായ കാര്യമാണ്. നാട്ടിൽ പുലി ഇറങ്ങുന്നു, അല്ലെങ്കിൽ ആന ശല്യം എന്ന് വേണ്ട, മലയിടിച്ചിൽ, ഇക്കോളജിക്കൽ ഡിസാസ്റ്റർ എന്ന് വേണ്ട സകല പരിസ്ഥിതി ലോല മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കൃഷി എല്ലാം തന്നെ വലിയ പ്രതിസന്ധിയാണ് മലയോര മേഖലയായ ഇടുക്കിയിൽ. അത് ഭരണത്തിനെതിരായി മാറുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് UDF ഇപ്പോൾ. ഇനി അവശേഷിക്കുന്ന ജില്ല എറണാകുളം ജില്ലയാണ്. UDF വളരെ വലിയ, കേരളത്തിൽ തന്നെ UDFിന് ഏറ്റവും വലിയ, മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ളത്, കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. അവിടെ ജില്ലാ പഞ്ചായത്ത് UDFിനാണെങ്കിൽ പോലും കോർപ്പറേഷൻ, എറണാകുളം കോർപ്പറേഷൻ LDF ആണ് ഇപ്പോൾ ഭരിക്കുന്ന നേരിയ ഭൂരിപക്ഷത്തിൽ. അത് കോൺഗ്രസിൻ്റെ തന്നെ തമ്മിലടി കൊണ്ടും പടലപ്പിണക്കങ്ങൾ കൊണ്ടും കഴിവുകേട് കൊണ്ടും സംഭവിച്ചതാണ്. അത് വൺ ടൈം അബറേഷൻ ആയി കണ്ടുകൊണ്ട് 100% ഉറപ്പായി UDFിന് എറണാകുളം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനാവും എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. അങ്ങനെ സാധിച്ചാൽ, അങ്ങനെ സംഭവിച്ചാൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ അവിടെ ഒരു ഫാക്ടർ കടന്നു വരുന്നു, പുതിയൊരു ഫാക്ടറാണ് T20 കിഴക്കമ്പലം പഞ്ചായത്ത്, അതിന് ചുറ്റുമുള്ള പഞ്ചായത്തുകൾ, അവിടെ നിന്നും പ്രഭാവം നഗരസഭയിലേക്ക്, കോർപ്പറേഷനിലേക്ക് വ്യാപിപ്പിക്കുകയും എല്ലാ കോർപ്പറേഷൻ ഡിവിഷനുകളിലും T20 സ്ഥാനാർത്ഥി നിർത്തുന്നു. അതുമാത്രമല്ല ചുറ്റുപാടുമുള്ള 4 നഗരസഭകളിൽ
മരട് ഉൾപ്പെടെയുള്ള ആലുവ ഉൾപ്പെടെയുള്ള നഗരസഭകളിൽ T20 സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അവർ പിടിക്കുന്ന വോട്ടുകൾ UDFിൻ്റെതാണ് എങ്കിൽ UDFിന് വലിയ നാശനഷ്ടമുണ്ടാകും. അപ്പോഴും ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ LDF വിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യത്തിൽ UDFിന് ജയിച്ചു വരാം എന്ന പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് T20 ഒരു ഫോക്കസായി മാറുകയാണ് എറണാകുളം ജില്ലയിൽ. എറണാകുളം ജില്ലയിൽ ചില മേഖലകളിലല്ലാതെ T20ക്ക് പ്രഭാവം ഉണ്ടാകുന്നില്ല. ഈ പറയുന്ന ഫീസ്ഡം മുഴുവൻ T20ക്ക് എഴുതി കൊടുത്താൽ പോലും ബാക്കിയുള്ളിടത്ത് T20 പിടിക്കുന്ന വോട്ടുകൾ സാബു ജേക്കബിൻ്റെ കിറ്റെക്സ് ഗ്രൂപ്പിൻ്റെ സ്പോൺസേർഡ് പാർട്ടിയായ T20 പിടിക്കുന്ന ഒരു പ്രത്യേക വികസന മാതൃകയാണ്. അത് എത്രത്തോളം കേരളം ഫോളോ ചെയ്യുന്നു, അവർ കാര്യമായ നേട്ടമുണ്ടാക്കിയാൽ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ T20 ഒരു ശക്തിയായി കേരളം ആസകലം പടർന്നു കയറാൻ ഇതൊരു കാറ്റലിസ്റ്റ് ആകുമോ എന്ന ചിന്തയും നിരീക്ഷകരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ ദക്ഷിണ കേരളത്തിൽ ഉണ്ടാകുന്ന മൊത്തം കാര്യങ്ങളും ചുരുക്കി പറയും. ദീർഘമായ വീഡിയോ ആണ്, പ്രേക്ഷകർ ക്ഷമിക്കുമല്ലോ. എല്ലാ കാര്യങ്ങളും ജില്ല തിരിച്ച് കണക്കുകൾ എടുക്കുന്നതുകൊണ്ട് സംഭവിച്ച ഒരു ദൈർഘ്യമാണ്. നോക്കൂ, ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ട് LDFിൽ നിന്നും ചെറിയ തോതിലെങ്കിലും BJPയിലേക്ക് നീങ്ങുമോ? അതുണ്ടാക്കുന്ന അനുരണങ്ങൾ എന്താണ്? അതാണ് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. ശബരിമലയുള്ള തെക്കൻ കേരളത്തിലാണ് ശബരിമല വിവാദം. തെക്കൻ കേരളത്തെ ജില്ലകളെ എങ്ങനെ ബാധിച്ചിരിക്കാം? രാഹുൽ മാങ്കുട്ടത്തിൽ തെക്കുന്ന് വരുന്ന ആളാണ്, വടക്കൻ MLA ആണെങ്കിലും പോലും എങ്ങനെ ബാധിച്ചിരിക്കാം? തദ്ദേശ വിഷയങ്ങൾ ഒരുപക്ഷെ മുങ്ങിപ്പോയിട്ടുണ്ടോ? ഈ കൂട്ടപ്പൊരിച്ചിലിൽ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടതല്ലാത്ത വിഷയങ്ങളുടെ കുത്തൊഴുക്കിൽ മുങ്ങിപ്പോയിട്ടുണ്ടോ? അപ്പോൾ എൻ്റെ ടേക്ക് ഇങ്ങനെയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ CPM അല്ലെങ്കിൽ LDF തങ്ങളുടെ പ്രഭാവം നിലനിർത്തുകയും ഒരുപക്ഷെ മുൻപത്തേക്കാൾ കുറവ് പ്രഭാവത്തിൽ അത് നിലനിർത്തുകയും അതേസമയം UDF മധ്യ കേരളത്തിൽ നില മെച്ചപ്പെടുത്തുകയും, അതായത് കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മെച്ചപ്പെടുത്തുകയും ചെയ്യാനുള്ള സാധ്യതയാണ്. എറണാകുളം കോർപ്പറേഷൻ ഒരുപക്ഷെ LDFിൽ നിന്നും UDFിന് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നതാണ് നിർണായകമായ ഒരു മാറ്റം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരുപക്ഷെ ഒരു ഹങ് സിറ്റുവേഷൻ, ഒരു സഭ വന്നാലും പൂർണ്ണമായി അത്ഭുതപ്പെടേണ്ടതില്ല. ഇതാണ് തെക്കൻ വോട്ടെടുപ്പ് കഴിഞ്ഞ് ലോവർ വോട്ടർ ടേൺ ഔട്ട് അതുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരുപക്ഷെ മടുപ്പെന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളിലുള്ള യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്തില്ല എന്നതായിരിക്കാം മടുപ്പ്. അല്ലെങ്കിൽ ഈ വിഷയങ്ങളുടെ ഒരു കുത്തി തള്ളിക്കയറ്റത്തിൽ എല്ലാ പാർട്ടികളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരുപാട് വോട്ടർമാരുണ്ട്. അങ്ങനെയുള്ള വോട്ടുകൾ മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശ്വാസ സമൂഹത്തിൻ്റെ വോട്ട് ഒരുപക്ഷെ LDFിന് ലഭിക്കേണ്ട ചില സമുദായങ്ങളുടെ വിശ്വാസികളുടെ ഒക്കെ വോട്ട് ഒരുപക്ഷെ ഈ ശബരിമല വിഷയത്തിൽ ചെറിയ രീതിയിലെങ്കിലും മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? വൻതോതിലൊന്നുമല്ല, ചെറിയ രീതിയിൽ. അതെല്ലാമാണോ ഈ ചെറിയ വോട്ടർ ടേൺ ഔട്ടിൻ്റെ കുറവിൻ്റെ കാരണം? അതോ മറ്റു കാരണങ്ങളുണ്ടോ? ഇതെല്ലാം തന്നെ പരിഗണനാ വിഷയമാകും. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം 13-ാം തീയതി ഫലം വരുന്നത് വരെ. താങ്ക് യു.